നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു മനുഷ്യന്റെ ഗതികെട്ട അവസ്ഥ എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയിലാണ് ഞാനിപ്പോ. എനിക്ക് പ്രണവിനെ അല്ലാതെ വേറെ ഒരാളെയും ഭർത്താവായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മരണം വരെയും പ്രണവിനെ ഞാൻ ഫോളോ ചെയ്യും. എന്നെ ഒഴിവാക്കി ജീവിക്കാന്ന് മോഹിക്കുന്നുണ്ടെങ്കിൽ അത് മോന്റെ അതിമോഹം മാത്രം. സ്വസ്ഥതയും സമാധാനവും എന്തെന്ന് അറിയിക്കില്ല ഞാൻ. ജോഗിങ്ങിന് പോയ ആളെന്ന് നേരത്തെ തിരിച്ചു വന്നല്ലോ, എന്തുപറ്റി? വഴിയിൽ വെച്ച് ഞാൻ പറഞ്ഞ ഏർപ്പാടാക്കിയിരുന്ന സാധനവുമായിട്ട് ഒരാൾ വന്നു. പിന്നെ അതും വാങ്ങി നേരെ ഇങ്ങ് പോന്നു. ഇതിലെന്താ ഗൗതം, എന്താ വാങ്ങിക്കൊണ്ടു വന്നത്? അതൊക്കെ ഉണ്ട്, നീ വാ പറഞ്ഞുതരാം. എന്താണെന്ന് പറ. ആ, അതൊരു സർപ്രൈസാ, നീ വാ പറഞ്ഞുതരാം. ഞാൻ വരാം. അമ്മേ, ഒരു പാത്രം എടുത്തേ. പാത്രം എന്തിന്? എന്തിനാണെന്നൊക്കെ അമ്മ കണ്ട് മനസ്സിലാക്കിയാ മതി. ഒരു പാത്രം എടുത്ത് വെക്കേ. ഇതെന്താടാ ഈ കവറില്? നടക്കാൻ പോയ നീ എന്തേ ഈ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്? ഇതെന്താണെന്ന് ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. എന്താണെന്നൊന്ന് പറയണ്ടേ? കണ്ടറിയേണ്ട കാര്യങ്ങള് പറഞ്ഞറിയിക്കാൻ പാടില്ലെന്നാണ് നിയമം. നിധി, നീ ചെന്ന് ഇതിടാൻ പറ്റുന്ന ഒരു പാത്രം എടുത്തുണ്ടോ? എന്തോന്നാടാ ഇത്? അമ്മ നോക്കിക്കോ, ഇപ്പൊ കാണിച്ചു തരാം. നോക്കിക്കോ. കടപ്പുറത്ത് നിന്നുള്ള നല്ല ഫ്രഷ് ഐറ്റാ. ഞാൻ ഇന്നലെ പറഞ്ഞ് ഏർപ്പാടാക്കിയിരുന്നതാ. പോയ വഴിക്ക് ആൾ ഈ ഐറ്റോട്ട് വന്നു. എങ്ങനെയുണ്ട്? അല്ല, ഈ മീൻ വാങ്ങിക്കൊണ്ട് വരുന്ന ശീലമൊന്നും നിനക്കുള്ളതല്ലോ. എന്താടാ, എന്തു പറ്റി? അതൊക്കെ ഉണ്ട്. എനിക്ക് മീൻ കഴിക്കണമെന്ന് തോന്നി വാങ്ങി, അത്രേ ഉള്ളൂ. എന്താ, ഞാൻ മീൻ വാങ്ങിയ ശരിയാവില്ലേ? എന്തായാലും ഈ പറഞ്ഞത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ ഇതില്. ഒരു ദുരുദ്ദേശമില്ല അമ്മേ. ഈ നെയ്ച്ചാള മുഴുവൻ അങ്ങോട്ട് മുളകിട്ട് കറി വെക്കണം. അമ്മയുടെ ആ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയാൽ മതി. എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടൂ. നല്ല നെയ്ച്ചാള മുളകിട്ട് വെക്കുന്ന ഒരു കറിയുണ്ട്. അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആരാണെന്നറിയാമോ? എന്റെ പാർവതി. അമ്മ എന്താ അമ്മ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ? വെറുതെ സമയം കളല്ലേ, വേഗം ആവട്ടെന്നേ. ദീപിനെ ഒരു കാര്യം മറക്കല്ലേ, മുളകിട്ട് തന്നെ സംഭവം സെറ്റാക്കണം. പാർവതി അമ്മയുടെ കീട്ടില്ല നെയ്ച്ചാള മുളക് കറി. അല്ല, മുളകിട്ട് വെക്കുന്ന മീൻകറി നിനക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ, പിന്നെ ഇത് എന്തു പറ്റി? ശരാ, മനുഷ്യനൊരു ആഗ്രഹം തോന്നിയാല് മുളകിട്ടോ ഇടാതെയോ ഒക്കെ കഴിക്കണ്ടേ? അതിനൊക്കെ കൂടിയല്ലേ നമ്മൾ ജീവിക്കുന്നേ. നിന്ന് സമയം കളയില്ലമ്മേ, വേഗം വെട്ടിക്കണ്ടിച്ച് കറി വെക്കാനുള്ള പരിപാടി നോക്ക്. അപ്പോ നീ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമോ? ഉറപ്പായിട്ടും വരുമെങ്കിൽ ഞാൻ മുളക് കറി വെക്കാം. കുറച്ചെടുത്ത് ഫ്രൈയും ചെയ്ത് വെക്കാം. അയ്യോ, ഉച്ചയ്ക്ക് പോരാ, എനിക്ക് ഓഫീസിൽ പോകുമ്പോ കൊണ്ടുപോകാനാ. ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാനൊന്നും വരില്ലെന്നേ. നീ ഓഫീസിലേക്ക് മീനും ഇറച്ചിയൊന്നും കൊണ്ടുപോകുന്നതല്ലല്ലോടാ. ഇതെന്താ പുതിയൊരു ശീലം? അത് പിന്നെ എനിക്കൊന്ന് ഓഫീസിലേക്ക് മീൻകറി കൊണ്ടുപോകണം തോന്നി. അതിനിപ്പോ എന്താ കുഴപ്പം? സത്യം പറയടാ, ആർക്ക് കൊടുക്കാനേ ഈ മീൻകറി? എന്താ അമ്മ ഇത്? അമ്മ ഇത് എനിക്ക് തന്നെയാ. അല്ല അല്ല അല്ല, നോക്ക് ഗൗതം, സത്യം പറഞ്ഞ നീ പറയുന്നത് പോലെ ഞാൻ കറി വെച്ച് തരും. അല്ലെങ്കിൽ നടക്കില്ല മോനെ. ഓക്കെ, ഇനി ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല. ഉള്ളത് എന്താന്ന് വെച്ചാ
തുറന്നു പറഞ്ഞേക്കാം. ആ അതേ, എന്റെ ഒരു ഫ്രണ്ട് ഇന്നലെ എന്നോട് പറഞ്ഞു മുളക്